63 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ള ഒരു ധ്യാനം. 63 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായി അവിടുന്ന് നൽകി തന്നിരിക്കുന്ന തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, രാവിലെ സമയം ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. നീ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആകേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ ആക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. അധികാലത്തെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. മഹാനായ മൈക്കലാഞ്ചലോയുടെ ഒരു ശിഷ്യൻ തൻ്റെ പഠനമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിരുത് എങ്ങനെയിരിക്കുന്നു എന്ന് പരിശോധിക്കുവാനായി മനോഹരമായ ഒരു രൂപം നിർമ്മിച്ചു. അനേക ദിനരാത്രങ്ങൾ ധാരാളം പണം വ്യയം ചെയ്ത് യാതൊരു വിധമായ കുറവും വരുവാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് ഈ ശിഷ്യൻ ഈ രൂപം നിർമ്മിച്ചത്. ഈ രൂപത്തിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മുൻപാകെ ഈ ശിഷ്യൻ ഈ രൂപത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഗുരു ഇതിനെ അടിമുടി വളരെ സസൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. ഈ ശിഷ്യൻ അല്പം അകലെ വളരെ പരുങ്ങലോടുകൂടെ ഈ നിരീക്ഷണം നോക്കി നിൽക്കുകയായിരുന്നു. ഈ രൂപത്തിൻ്റെ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യനെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു, ഇറ്റ് ലാക്സ്. ഇതിന് ഒരു കുറവുണ്ട് എന്ന് ശിഷ്യനോട് പറഞ്ഞു. ഈ ശിഷ്യനാകപ്പാടെ തകർന്നുപോയി. യാതൊരു വിധമായ കുറവുകളും പോരായ്മകളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ ധാരാളം പണം വ്യയം ചെയ്ത് അനേക ദിനരാത്രങ്ങളിരുന്ന് നിർമ്മിച്ചതായ എൻ്റെ ഈ ശില്പത്തിന് കുറവുണ്ടെന്നോ, പല രീതിയിലുള്ള പോരായ്മകൾ ഈ ശിഷ്യന്റെ മനോമുഖത്തിൽ കൂടെ കടന്നുപോയി. അവൻ ചിന്തിച്ചു, ഒരുപക്ഷെ ഈ രൂപത്തിൻ്റെ ഉടലിനൊത്തതായ തലയല്ലായിരുന്നേക്കാം അവൻ നിർമ്മിച്ചത്. ഒരുപക്ഷെ ഈ രൂപത്തിൻ്റെ നോട്ടം എവിടോട്ടെങ്കിലും പാളിപ്പോയി കാണും. എന്താണാവൂ ഇതിൻ്റെ കുറവ് എന്ന് പല രീതിയിലുള്ള ചിന്തകൾ ഈ ശിഷ്യന്റെ മനോമുഖത്തിൽ കൂടെ കടന്നുപോയി. പഞ്ചപുച്ഛം അടക്കി നിന്ന് അല്പം കഴിഞ്ഞ് ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, സർ, എക്സ്ക്യൂസ് മീ, ഇറ്റ് ലാക്സ് വാട്ട്? എൻ്റെ ഈ രൂപത്തിന് എന്താണ് കുറവുള്ളത് എന്ന് പറഞ്ഞു തരണം. ഉടനെ ഗുരു പറയുകയാണ്, ഇറ്റ് ലാക്സ് ലൈഫ്. നിന്റെ ഈ രൂപത്തിന് ജീവനില്ല. പ്രിയമുള്ളവരെ, ജീവൻ എവിടെ നിന്ന് ലഭിക്കും? യോഹന്നാന്റെ 1 യോഹന്നാൻ 5:12 നമ്മൾ വായിക്കുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവൻ ഇല്ല. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നുവെന്ന് കർത്താവ് അറിയിച്ചു. ഏതെങ്കിലും മാർക്കറ്റുകളിൽ നിന്നോ ഏതെങ്കിലും ഇടങ്ങളിൽ നിന്നോ നമുക്ക് വാങ്ങുവാൻ ലഭിക്കുകയില്ല. ജീവൻ കൊടുക്കുവാൻ കഴിയുന്നത് ദൈവം ഒരുവൻ മാത്രമാണ്. യേശുക്രിസ്തു പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്. 63 സങ്കീർത്തനത്തിൽ ഇതിന്റെ എഴുത്തുകാരനായ ദാവീദ് അക്ഷരാർത്ഥത്തിൽ
ജീവന് വേണ്ടി മല്ലടിക്കുകയാണ്. തൻ്റെ കൂടെ നിന്നതായ വിശ്വസ്തരായ മന്ത്രിമാരും തന്ത്രിമാരും എല്ലാവരും കാലുമാറി കൂറുമാറി. തൻ്റെ മകൻ പോലും ഇപ്പോൾ തന്നെ കണ്ടാൽ കൊന്നുകളയുവാനായിട്ട് തക്കം പാർത്ത് നടക്കുകയാണ്. രാജാവ് യഹൂദ്യ മരുഭൂമിയിൽ ദാഹജലം പോലും ലഭിക്കാത്തതായ സാഹചര്യത്തിൽ മരണത്തോട് മല്ലടിച്ചു പാർത്തു. 63-ാം സങ്കീർത്തനത്തിലെ ചില പ്രാർത്ഥനകൾ തനിക്ക് അതിൽ നിന്നുള്ളതായ വിടുതലുകൾ നൽകുന്നതായി കാണുവാൻ സാധിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നതായ പ്രതിസന്ധിയിൽ കഴിഞ്ഞ നാളുകളിലെ പല തീരുമാനങ്ങളും പല രീതിയിലുള്ള അനുഭവങ്ങളും അദ്ദേഹം വീണ്ടും ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠ ചെയ്യുകയാണ്. ഒന്നാമതായി ഈ ഭാഗത്ത് ദാവീദ് രാജാവ് ദൈവത്തിലുള്ളതായ തൻ്റെ ആശ്രയം വീണ്ടും മുറുകെ പിടിക്കുന്നു. റിലീവിങ് ദ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിലുള്ളതായ തൻ്റെ ആശ്രയം മുറുകെ പിടിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനുമായി മരുഭൂമിയിൽ ദാഹജലത്തിന് പോലും കേഴുമ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നുവെന്നാണ് പറയുവാനായിട്ടുള്ളത്. റീലിവിങ് ദ ട്രസ്റ്റ് ഇൻ ഗോഡ്. പ്രതിസന്ധിയിൽ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നപ്പോൾ ദൈവത്തിലുള്ളതായ തൻ്റെ ആശ്രയം വീണ്ടും ഉറപ്പിക്കുകയും ദൈവസന്നിധിയിലുള്ള ആശ്രയം മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ഈ പ്രതിസന്ധിയെ ദാവീദ് രാജാവ് തരണം ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 63-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. വേറെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കൈകളെ മലർത്തുക എന്നും കൈകളെ ഉയർത്തുക എന്നുമൊക്കെയുള്ളതായ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൈകളെ മലർത്തുന്നതും ഉയർത്തുന്നതും ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന നിമിഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി തീർന്നപ്പോൾ he relieved the prayer life. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടും അവൻ റിലീവ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കുന്നു. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. സാധാരണയായി നമ്മൾ പറയാറുണ്ട്, നോ പ്രയർ നോ പവർ, ലെസ് പ്രയർ ലെസ് പവർ, മോർ പ്രയർ മോർ പവർ. നമുക്ക് പ്രാർത്ഥനയില്ലയോ നമ്മുടെ ജീവിതം നിർജീവമാണ്. അല്പമേ പ്രാർത്ഥിക്കുകയുള്ളയോ നമ്മുടെ ജീവിതം അല്പം മാത്രമേ ജീവസത്തുള്ളതായിട്ട് നിലനിൽക്കുകയുള്ളൂ. മോർ പ്രയർ, അത്രമാത്രം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതം ശക്തിയാർജിച്ച് ദൈവസന്നിധിയിൽ കാണപ്പെടും. മഹാനായ തോമസ് എഡിസണോട് ഒരു ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ യുവർ ലൈഫ്? അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരകരമായ ഒരു ദൃശ്യം എന്തായിരുന്നുവെന്ന് ഒന്ന് വിവരിക്കാമോ? അദ്ദേഹം പറയുകയാണ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ് ഇൻ മൈ ലൈഫ് ഈസ് സീയിങ് മൈ മദർ bowing her head before a heavenly father. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കി പ്രാർത്ഥിക്കുന്നതായ കാഴ്ചയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരകരമായ ദൃശ്യമായി ഞാൻ ദർശിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുകയാണ്, such a sight in my infancy touched the very fiber of my heart. അങ്ങനെയുള്ളതായ കാഴ്ച നന്നേ ചെറിയ പ്രായത്തിലെ
ദർശിക്കുവാനിടയായിട്ടുള്ളത് എൻ്റെ ഹൃദയത്തെ ഹഠത ആകർഷിച്ചിരിക്കുന്നു. പ്രാർത്ഥനാ സ്വഭാവമുള്ള ഒരമ്മച്ചിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മഹാനായി തീർന്നതായ മനുഷ്യൻ പറയുകയാണ്, പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ അമ്മച്ചി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ കാഴ്ചയാണ് എനിക്ക് ഏറ്റവും മനോഹരമായ ദൃശ്യമായി അനുഭവപ്പെട്ടിട്ടുള്ളത്. ആ കാഴ്ച എന്നെയും ഹഠത ആകർഷിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയിരിക്കുന്നു? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ നിന്ന് പലരും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അകന്നു പോകാതെ കൂടുതൽ ദൈവത്തോടടുക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിലെ ശക്തന്മാരായി തീരുവാനും നമുക്ക് കഴിയണം. ദാവീദ് താൻ അകപ്പെട്ടു പോയതായ വേദനാജനകമായ സാഹചര്യത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചത് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി, ഈ സാഹചര്യത്തിൽ he relieved the trust in God. Secondly, he relieved his prayer life. Finally, he relieved the promises of God. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ദാവീദിൻ്റെ സാഹചര്യം നമ്മളൊന്ന് ഓർക്കുക. എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാതെ, രാജ്യം നഷ്ടപ്പെട്ടു, പ്രജകൾ നഷ്ടപ്പെട്ടു, തന്ത്രിമാരും മന്ത്രിമാരും എല്ലാം കാലുമാറി കൂറുമാറി, തൻ്റെ മകൻ പോലും കണ്ടാൽ കൊന്നുകളയുവാൻ തക്കം പാർത്ത് നടക്കുന്ന സാഹചര്യമാണ്. രാജാവ് പറയുകയാണ്, നിന്റെ ഉള്ളം എന്നെ താങ്ങിയിരിക്കുകയാണ്, നിന്റെ വലങ്കൈ എന്നെ പിടിച്ചിരിക്കുന്നു. എങ്ങനെ പറയുവാൻ സാധിക്കും? ഞാൻ സാധാരണയായി ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഓർക്കാറുണ്ട്, തൊഴിക്കുന്ന കാലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമാണ് ലഭിക്കുന്നത്. നല്ല തൊഴിയാണ്. ഈ തൊഴിക്കുന്ന കാലയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാജാവ് പറയുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുകയാണ്, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ദൈവത്തിലുള്ളതായ ആശ്രയം മുറുകെ പിടിക്കുന്നു. He relieved the promises of God and his protection. ദൈവത്തിൻ്റെ സംരക്ഷണം രാജാവ് ഈ സമയത്ത് വീണ്ടും മുറുകെ പിടിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്നെ പിടിച്ചിരിക്കുകയല്ല, പിന്നെയോ നീ എന്നെ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ചിന്ത പലപ്പോഴും വിഭിന്നമാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ദൈവത്തെ പിടിച്ചിരിക്കുകയാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പിടിക്കുകയല്ല, ദൈവം നമ്മെ പിടിക്കുകയാണ്. നാം പിടിച്ചു എന്ന് പറയുന്നതും ദൈവം നമ്മെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുമായ പിടുത്തം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ സന്ധ്യാസമയത്ത് ചിലപ്പോൾ നടക്കുവാനായിട്ട് ഇറങ്ങും. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരും നമ്മുടെ കൂടെ നടക്കുവാൻ വരും. ചില സമയത്ത് നമ്മൾ കുട്ടിയെ പിടിക്കും, ചിലപ്പോൾ കുട്ടി നമ്മുടെ കയ്യിലും പിടിക്കും. ഇതിലേത് പിടുത്തമാണ് സുരക്ഷിതത്വമുള്ള പിടുത്തമെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടിയുടെ കൈക്ക് പിടിക്കുന്നതായ പിടുത്തമാണ്. നമ്മൾ പിടിച്ചാൽ വഴിയിൽ പിന്നെ യാതൊരു വിധമായ അനർത്ഥങ്ങളും ഉണ്ടാവുകയില്ല എന്നാണോ അർത്ഥം? അല്ല. നമ്മൾ കൈക്ക് പിടിച്ചാലും കുട്ടി നമ്മുടെ കൈക്ക് പിടിച്ചാലും വഴിയിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. വഴിയിൽ ഒരനർത്ഥം കാണുമ്പോൾ കുട്ടി പേടിക്കും, ചിലപ്പോൾ പിടി വിട്ടുപോകും. കുട്ടിയാണ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എങ്കിൽ കുട്ടി പേടിക്കുകയും പിടിവിട്ട് അനർത്ഥത്തിൽ ചെന്ന് നിപതിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മളാണ് കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എങ്കിൽ അനർത്ഥമുണ്ടാകട്ടെ, കുട്ടി പേടിക്കട്ടെ, ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നും കുട്ടി പിടിവിട്ട് ഈ അനർത്ഥത്തിൽ ചെന്ന് നിപതിക്കുകയില്ല എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നീ എൻ്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുകയാകുന്നു. ഈ അനർത്ഥങ്ങളിൽ കൂടെയും
ഈ രീതിയിലുള്ളതായ ജീവിത സാഹചര്യങ്ങൾ കൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ബലമേറിയ ഭുജം എന്നെ പിടിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നു, നിന്റെ വലങ്കരം എന്നെ താങ്ങുന്നുവെന്നാണ്. വലത്ത് കൈ, വലങ്കരം എന്ന് പറയുന്നത് ശക്തിയെ കാണിക്കുന്നതിനുള്ളതായ പ്രയോഗമാണ്. നാം ശക്തി പ്രയോഗിക്കുന്നത് വലത്ത് കൈ കൊണ്ടാണ്. ദൈവത്തിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവമേ, നിന്റെ ബലമേറിയ ഭുജം എന്നെ പിടിച്ചിരിക്കുകയാകുന്നു. ജീവിതത്തിൽ ഈ അനർത്ഥങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും നിന്റെ വിലയേറിയ പ്രോമിസസ് എന്നോട് കൂടെ ഉണ്ട്. ഞാൻ അതിൻ്റെ ആശ്വാസം കാണുന്നു. ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലായ്മയിൽ ദാഹജലം പോലും ലഭിക്കാതെ യഹൂദ്യ മരുഭൂമിയിൽ മല്ലുപിടിച്ചുകൊണ്ട് ഇരുന്നതായ ദാവീദ് അതിൽ നിന്ന് എങ്ങനെയാണ് വിമുക്തനായത്? 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായി, ദൈവത്തിലുള്ളതായ തൻ്റെ ആശ്രയം അവൻ മുറുകെ പിടിച്ചു. രണ്ടാമതായി, തൻ്റെ പ്രാർത്ഥനാ ജീവിതം അവൻ റിലീവ് ചെയ്യുന്നു, ശക്തമാക്കി തീർക്കുന്നു. അവസാനമായിട്ട്, ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലങ്കരം അവനെ പിടിച്ചു വഴി നടത്തുന്നുവെന്ന് ആശ്രയിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, പ്രശ്ന സങ്കീർണതകളിൽ ദാവീദിനെ പോലെ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ കൃപ ചെയ്ത് സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകി തന്നതായ തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതായ ജീവിത സാഹചര്യം വളരെ വിഭിന്നമാണ്. കർത്താവെ, അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായിത്തീരും. ഈ സമയത്തൊക്കെയും ഞങ്ങൾ പലപ്പോഴും ദൈവമേ, നിന്റെ സന്നിധി വിട്ട് പോവുകയും മറുതലിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ദാവീദിനെ പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയം മുറുകെ പിടിക്കുവാനും പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തങ്ങളിൽ ആശ്രയിപ്പാനും കൃപ തന്ന് വഴി നടത്തണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.